NCERT പുസ്തകത്തിലെ പ്രധാന ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. ദ ഈസ്റ്റ് കോസ്റ്റ് കിഴക്കൻ തീരദേശം ലൈസ് ബിറ്റ്വീൻ ദ ഈസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ബേ ഓഫ് ബംഗാൾ. ഈസ്റ്റേൺ ഗട്ടിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിലായിട്ടാണ് ഈസ്റ്റ് കോസ്റ്റ് കിഴക്കൻ തീരദേശം സ്ഥിതി ചെയ്യുന്നത്. സ്ട്രെച്ചിങ് ഫ്രം ദ ഗംഗാ ഡെൽറ്റ ടു കന്യാകുമാരി. ഗംഗാ സമതലം മുതൽ കന്യാകുമാരി വരെ ഇത് വ്യാപിച്ചു കിടക്കുന്നു. ഇറ്റ് ഹാസ് വൈഡ് പ്ലെയിൻസ് ആൻഡ് മേജർ റിവർ ഡെൽറ്റാസ്. മേജർ റിവർ ഡെൽറ്റാസ് വരുന്നത് മഹാനദി, ഗോദാവരി, കൃഷ്ണ ആൻഡ് കാവേരി എന്നീ നദികളുടെയാണ്. ഇവിടെ വരുന്ന പ്രധാന വാട്ടർ ബോഡീസാണ് ചിൽക്ക ലേക്കും വരുന്നുണ്ട്, പുലിക്കാട് ലേക്കും ഇവിടെയാണ് കാണപ്പെടുന്നത്. ഇനി ഡെൽറ്റാസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇതൊരു ലാൻഡ് ഫോമാണ്. റിവറിൻ്റെ മൗത്ത്, അതായത് റിവറിൻ്റെ ആ എൻഡ് ഭാഗത്തായിട്ടാണ് രൂപം കൊള്ളുന്നത്. അതായത് റിവറിൽ നിന്നും മറ്റും വരുന്ന സെഡിമെൻറ്റ്സ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. ഒന്നുകിൽ ഇത് ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഓഷ്യൻ, സമുദ്രത്തോടോ അല്ലെങ്കിൽ വേറൊരു തടാകത്തോടോ അല്ലെങ്കിൽ വേറൊരു നദിയോടെ ആയിരിക്കും. ഇവിടെ രൂപപ്പെടുന്നതാണ് ഡെൽറ്റാസ്. ഇനിയും ഇന്ത്യൻ ഐലൻഡ്സ് എന്ന് പറയുന്നത് സ്കാറ്റേഡ് അക്രോസ് ഇന്ത്യൻ ഓഷ്യൻ, അറേബ്യൻ സീ ആൻഡ് ബേ ഓഫ് ബംഗാൾ. ഇന്ത്യയിലെ തന്നെ 2 മേജർ ഐലൻഡ്സ് ആണ്. ലക്ഷദ്വീപും വരുന്നുണ്ട്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡും വരുന്നുണ്ട്. ലക്ഷദ്വീപ് അറേബ്യൻ സീയിലാണ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ആണ് ബേ ഓഫ് ബംഗാളിലാണ്. ലക്ഷദ്വീപ് ഇറ്റ്സ് ആൻ ആർക്കിപ്പെലാഗോ എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിനെ പറയുന്നതാണ്. 36 ദ്വീപുകൾ ചേർന്നാണ്, അതായത് ലക്ഷദ്വീപ് 36 ദ്വീപുകൾ ചേർന്നാണ് രൂപം കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിനെ പറ്റിയാണ്. ബേ ഓഫ് ബംഗാളിലാണ് എന്നറിഞ്ഞിരിക്കണം. നമ്മൾ ആർക്കിപ്പെലാഗോ എന്താണെന്ന് പറഞ്ഞു, ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. അപ്പോൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്നത് ഏകദേശം 500 ചെറുതും വലുതുമായ വോൾക്കാനിക് ഐലൻഡ്സ് ചേർന്ന് രൂപം കൊണ്ടിരിക്കുന്നതാണ്. ഇത് 2ആയിട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ട്. ആൻഡമാൻ ഐലൻഡ്സും ഉണ്ട്, നിക്കോബാർ ഐലൻഡ്സും ഉണ്ട്. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് സെല്ലുലാർ ജയിലിനെ പറ്റി. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ജയിലാണ് സെല്ലുലാർ ജയിൽ. സ്വാതന്ത്ര്യ സമര സേനാനികളെയും മറ്റും തുറങ്കിൽ അടച്ചിരുന്ന ജയിലാണ്. ഇത് കാണപ്പെടുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിലാണ്. ഇന്ത്യയിൽ ഒരേ ഒരു ആക്റ്റീവ് വോൾക്കാനോ ആണുള്ളത്. ഇത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിനാണ്. ഇതിൻ്റെ പേര് പഠിച്ചിരിക്കണം. ബാരൻ ഐലൻഡ് എന്നാണ് ഇതിൻ്റെ പേര്. വളരെ പ്രധാനമാണ് ഈ ചോദ്യം. ബാരൻ ഐലൻഡ്.